ഹലോ നമസ്കാരം. ഇവിടെ ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് 2020 നീറ്റ് പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ എക്സ്പെക്റ്റഡ് സ്കോർ ആണ്. NTA ഒഫീഷ്യൽ ആൻസർ കീ വെച്ച് നോക്കിയപ്പോൾ എക്സ്പെക്ട് ചെയ്ത സ്കോർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഫുൾ സ്കോർ ആണ്. നമുക്കറിയാം, നീറ്റിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഫുൾ മാർക്ക് മേടിക്കുന്നത്. ഞാനിതിവിടെ കാണിക്കാൻ കാരണം നമുക്ക് കട്ട് ഓഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം നീറ്റ് എക്സാം എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ കഴിഞ്ഞത്. അത് ഈ കുട്ടിയുടെ കേസ് മാത്രമല്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പരീക്ഷ എഴുതിയ ഒരു കുട്ടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ടാവും. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും സിമ്പിൾ ആയിരിക്കും, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ലെവലിലുള്ള കുട്ടിയും, അതൊരു ആവറേജ് ലെവലുള്ള കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിക്കോട്ടെ, ഏത് ലെവലിലുള്ള കുട്ടികൾക്കും നീറ്റ് പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്ത് മെഡിക്കൽ എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ ഡോക്ടർ ആവുക എന്നുള്ള സ്വപ്നം നേടാൻ എന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതായത് ഏത് കുട്ടിക്കും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നീറ്റ് വളരെ സിമ്പിൾ ആണ്. കാലിബർ വെച്ചിട്ടല്ല നീറ്റ് മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നീറ്റിന്റെ റാങ്ക് മേടിക്കാൻ ഒരുപാട് കാലിബർ, ഒരുപാട് ബ്രൈറ്റ് ആവണമെന്നില്ല. അതാണ് ഒന്നാമത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാരണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, ഞാൻ ആദ്യം എങ്ങനെയാണ് എന്താണ് നീറ്റ് എക്സാം? നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാം പോലെയല്ല. ബോർഡ് എക്സാം കഴിഞ്ഞാൽ എഴുതുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും, മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ എല്ലാം കാണിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് എഴുതിയ എല്ലാവർക്കും എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷെ നീറ്റ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള എക്സാം അല്ല. നീറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ എൻട്രൻസ്, അതായത് അഡ്മിഷൻ മെഡിക്കൽ കോളേജുകളിലോട്ടും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളിലോട്ടും അഡ്മിഷൻ എടുക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് നീറ്റ് എന്ന് പറയുന്നത്. ഇതിലെ മാർക്കും മറ്റും ഒന്നും നമുക്ക് ഫ്യൂച്ചർ ആയിട്ട് ഒന്നും വാലിഡ് അല്ല. ആ വർഷത്തോടെ അത് കഴിഞ്ഞു. മേ ബി നമുക്ക് സ്കോളർഷിപ്പിനും മറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റും യൂസ് ചെയ്യാം എന്നല്ലാതെ ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല, നമ്മുടെ മാർക്ക് ലിസ്റ്റ് പോലെയല്ല. സോ നീറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗിവൺ സ്റ്റുഡൻസിൽ നിന്ന്, തന്നിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്യുക, അതിനുള്ള മാനദണ്ഡം മാത്രമാണ്, അതിനുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിനുള്ള ഒരു സെലക്ഷൻ മെത്തേഡ് മാത്രമാണ് നീറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്ക് 720 മാർക്കെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിൽ, സപ്പോസ് വരാൻ പോകുന്ന എക്സാമുകൾ കുറച്ചുകൂടി സിമ്പിൾ മാനറിലായാൽ 700 വരെ അല്ലെങ്കിൽ 650 മുകളിൽ കുട്ടികൾ എന്ത് ചെയ്യാം, സ്കോർ ചെയ്താൽ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. പറയാൻ കാരണം, ഈവൻ നിങ്ങൾ 700 സ്കോർ ചെയ്താലും, ഒരു സപ്പോസ് ഞാൻ വെറുതെ ഇൻ കേസ് പറയാണ്, ഈവൻ നിങ്ങൾ 700 മാർക്ക് സ്കോർ ചെയ്താലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള, അതായത് നമ്പർ ഓഫ് സീറ്റ് 700-ന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഈ അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വന്നാൽ കൂടിയും അതേ നടക്കത്തുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എത്ര മാർക്ക് മേടിച്ചോ എന്നുള്ളത് ഒരു കാര്യമല്ല. നമ്മളുടെ ഒപ്പം കോമ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് നമ്മൾ മേടിക്കണം. അതാണ് ക്രൈറ്റീരിയ. അത് നമ്മൾ ഈവൻ 700 മേടിച്ചാലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ നോർമൽ കണ്ടീഷനിൽ കിട്ടും. ഞാനൊരു ഇൻ കേസ് പറയാണ്. സപ്പോസ് ഓൾമോസ്റ്റ് ഈ നമ്പർ ഇത്ര സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള കുട്ടികൾ 700-നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 700 കിട്ടിയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കട്ട് ഓഫിനേക്കാളും കൂടുതൽ, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനേക്കാളും കൂടുതൽ ഞാൻ മേടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ നീറ്റിന്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ നീറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കൂട്ടം സ്റ്റുഡൻസിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുക, അത് മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യണം. എപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, +2-ൽ നന്നായി മാർക്ക് മേടിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, എൻട്രൻസിൽ മാർക്ക് മേടിച്ചിട്ടുണ്ടാവില്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ നീറ്റ് എന്ന് പറയുന്ന 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഈ സമയത്ത് നമ്മുടെ പെർഫോമൻസ് ആണ് ഇതിന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് എടുക്കുക. അത് എത്രത്തോളം എടുക്കാൻ പറ്റൂ അത്രത്തോളം എടുക്കുക.
ഓക്കെ, മോക്ക് ടെസ്റ്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പലരും വിട്ടുപോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും വിചാരിക്കുക അല്ലെങ്കിൽ കൂടുതൽ പേരും ചെയ്യുന്നത് എന്താണ്, എക്സാം ആദ്യം കൺസെപ്റ്റ് ഒരുപാട് പഠിച്ചതിന് ശേഷം എക്സാമിന് എൻഡിലാണ് എന്താണ് സീരിയസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റും മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇനീഷ്യലി സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് സീരിയസ് ആയിട്ട് എടുക്കുക. ഏറ്റവും മിനിമം വീക്കിലി ഒരു മോക്ക് ടെസ്റ്റ് എടുക്കണം. കഴിയുമെങ്കിൽ ഡെയിലി എടുക്കണം. അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ത്രൈസ്, 3 ദിവസത്തിലൊരിക്കലോ 2 ദിവസത്തിലൊരിക്കലോ, കഴിയുമെങ്കിൽ ഈവൻ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡെയിലി മോക്ക് ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ +1 +2 അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റ് എടുക്കുക. കഴിയുമെങ്കിൽ ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. നമ്മൾ എൻഡിലോട്ട് മാറ്റി വെക്കേണ്ടതില്ല എന്നതാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം, ഈവൻ നമ്മൾ നീറ്റ് എക്സാം എടുത്താണെങ്കിലും പലപ്പോഴും കുട്ടികൾ പറയുന്നത് സമയം തികഞ്ഞില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ നീറ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ വിത്തിൻ ആ ടൈമിൽ നമ്മൾ ചെയ്തു തീർക്കണം. അതിലാണ് നമ്മുടെ കിടക്കുന്നത്, ആ കോമ്പറ്റീഷൻ കിടക്കുന്നത്. അതാണ് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാത്തത്. ഈവൻ നിങ്ങൾ JEE അഡ്വാൻസ്ഡ് എക്സാം, ഒരുപാട് പേര് എന്താണ് വളരെ കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു എക്സാമാണ് JEE അഡ്വാൻസ്ഡ്. ആക്ച്വലി ഒരു JEE അഡ്വാൻസ്ഡ് എക്സാം പോലും നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ കഴിയും. ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ എഴുതാൻ കഴിയുകയാണെങ്കിൽ ഈവൻ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും നന്നായിട്ട് പഠിച്ച എല്ലാ ആളുകൾക്കും അത് ഫുള്ളായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ആ ഒരു ടൈം ലിമിറ്റ് വെച്ചത് കൊണ്ടാണ് ആൻസർ കണ്ടുപിടിക്കാനുള്ള ലെങ്ത് കൂടുതൽ വേണ്ടി വരും. പക്ഷെ നമുക്ക് കിട്ടിയുള്ള ടൈം കുറവാണ്. അതാണ് അവിടെ ഒരു അത്രയും കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫാക്ടറായി വരുന്നത്. പലപ്പോഴും മെയിൻസിൽ നന്നായിട്ട് മാർക്ക് പഠിച്ച കുട്ടികൾക്ക് അഡ്വാൻസിൽ കുറവായിരിക്കും. ഇവൻ അവർ പലപ്പോഴും ക്വാളിഫൈ ചെയ്യുക പോലും ഇല്ല. എനിക്ക് ഇപ്പോൾ ഈ എക്സാമിൽ തന്നെ 2020 എക്സാം എഴുതിയ ഒരു കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ, 99% മേടിച്ച കുട്ടിക്ക് അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൈം കിട്ടിയിട്ടില്ല. ഓക്കെ, ആവശ്യത്തിനുള്ള ടൈം കിട്ടിയില്ല. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായിരിക്കും കൂടുതൽ കുട്ടികൾ മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. സോ ടൈം വെച്ച് നിങ്ങൾ പഠിക്കുക. അത് ഒരിക്കലും നിങ്ങൾ ഒരു കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യാം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് വലിയ ഒരു റാങ്ക് ഒരുപാട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെക്കാളും ഒരു പിടി മുമ്പിലായിരിക്കണം നമ്മൾ എപ്പോഴും. അതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ പറയുന്നതാണ്. ഏതായാലും എക്സാം റിസൾട്ട് വരാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.